കർമ്മ ഈസ് പ്രയർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ചില ക്രൈസിസ് വരുമ്പോൾ ഞാൻ കൂടിപ്പോയാൽ തന്നെ ഞാൻ ചിലപ്പം ഈ പ്രൊഫഷണലിയാണ് ഫീൽഡ് ഔട്ട് ആവുമായിരിക്കും. ഉള്ള പറമ്പിൽ ഇറങ്ങി കളിച്ച് കഴിഞ്ഞാലും ജീവിക്കാം. നീ ഹക്കീമിന്റെ ഒരു ക്വാളിറ്റി പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ബാത്റൂമിൽ ഇരുന്ന് അഭിനയിക്കുന്ന ഒരാളാ, എന്നിട്ട് കാലൊടിച്ചോണ്ട് വരും. ഞാൻ കുറച്ചേരെ വേറെ എവിടെ പോയായിരുന്നു. ചോദ്യം എന്തായിരുന്നു? കോവിഡിന് ശേഷം ഭ്രമയുഗം പോലത്തെ ഒരു സിനിമ, അത് എനിക്കറിയില്ല ഇന്ത്യയിൽ എത്ര സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഒരു സിനിമ ജഡ്ജ് ചെയ്യും എന്നുള്ളത്. അല്ല, ഇപ്പൊ ഇവിടെ ചോദിച്ചില്ല നമുക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു സെന്റൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, എനിക്ക് ആ സിനിമ ആവശ്യം. ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. മിറാഷ് എന്ന് പറയുന്ന മലയാളം മൂവി ഈസ് ഓൾ അബൌട്ട് ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു ഇല്യൂഷനും റിയാലിറ്റിയുടെ നടക്കാണ്. ബിക്കോസ് ഐ ഹാവ് ദ മോസ്റ്റ് ത്രില്ലിംഗ് ടീം വിത്ത് മീ, ദ ടീം ഓഫ് മിറാഷ്. വെൽക്കം ടു ഞാൻ വിടമാട്ടെ ബൈ കീർത്തി. ഞങ്ങളും വിടമാട്ടെ. ഓ, അതാണോ ഷോയുടെ പേര്? അതെ, തുടങ്ങുന്നത് വരെ എന്താ പറഞ്ഞ NVM മീഡിയ. NVM മീഡിയ എന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെന്തോ ആണെന്ന്. അത് പറഞ്ഞു കഴിയുമ്പോ എനിക്ക് തന്നെ ഒരു ചിരി വരുന്ന എക്സ്പ്രഷൻ കാണുമ്പോൾ. പക്ഷെ എന്താണെങ്കിലും നമ്മള് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ദുബായിലാണ് ഉള്ളത്. ആൻഡ് ഇന്ന് നോക്കിയാൽ മൂവിയുടെ ട്രെയിലർ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു 4-5 PM. സർ, അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ടൈം അങ്ങനെ 4-5 ആക്കാനുള്ള വല്ല കാരണം? എനിക്കറിയില്ല, മോളോട് ചോദിക്കണം, അവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തു. പക്ഷെ ഞാൻ ട്രെയിലർ കണ്ടു. ഇപ്പം ഒരു എന്താ പറയുന്നത്, നമ്മൾ ജിത്തു സാറിൽ നിന്ന് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, ലൈക്ക് ആ ഒരു സസ്പെൻസ്. അത് കംപ്ലീറ്റ്ലി നമുക്കത് കാണുമ്പോൾ തന്നെ ആ ഒരു ഫിലിം കാണാനുള്ള ഒരു കംപ്ലീറ്റ് ഫീലിംഗ് ട്രെയിലർ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മിറാഷ് എന്ന് പറഞ്ഞ ഈ ഒരു പേര് ഞാൻ അതിനെ ആലോചിച്ച് നോക്കിയപ്പം അതിന് നമ്മൾ പല കോണ്ടെക്സ്റ്റ്, ഈ അശ്വമേധത്തിലൊക്കെ ചോദിക്കില്ലേ 3 ഓപ്ഷൻസ് തരാം, അതിലേതിലും ആണോ? ഇപ്പം അതൊരു സൈക്കോളജിക്കൽ, ഇപ്പോൾ ഒരു പാരലൽ വേൾഡിൽ നിൽക്കുന്ന കോണ്ടെക്സ്റ്റിൽ നമ്മളിത് പറയും. അല്ലെങ്കിൽ ഒരു ആളുടെ മിറാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്താ പറയുന്ന പലതും ഒളിച്ചു വെച്ചിട്ട് മറ്റൊരു മുഖം വെച്ച് പെരുമാറുന്ന ഒരാളെ നമ്മൾ വേണമെങ്കിൽ മിറാഷ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ ഒരാളുടെ റിയാലിറ്റി ആവില്ല മറ്റൊരാളുടെ റിയാലിറ്റി. അപ്പം ഇതിലേതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും ഇതിപ്പോൾ ഈ മിറാഷ് എന്ന് പറഞ്ഞ മൂവി വരുന്നത്? ഒന്നാമത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞൊരു സെൻറ്റൻസുമില്ലേ, ഈ ഒത്തിരി ഇങ്ങനെ ജിത്തു സാറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല, അതൊന്നും നിർത്തിയ വലിയൊരു ഉപകാരമായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ നല്ല വേറെ സിനിമകൾ ചെയ്യാൻ. ഇതിപ്പോ ഈ 3 പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് ഞാൻ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ സെലക്ട് ചെയ്ത പ്രശ്നമല്ലേ? അപ്പൊ അല്ല, നമ്മളൊരു 10 പറഞ്ഞിട്ട് അതിലേതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിലേതെങ്കിലും ഒന്നാന്ന് പറയണം. ഈ പേരിലുള്ള കാരണം പറഞ്ഞു കൊടുത്തത്. മിറാഷ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കാരണം പറയുമ്പോൾ മനസ്സിലാവും. മിറാഷ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു അപർണയുടെ ഒരു ക്യാരക്ടറിലൂടെയാണ് ഈ കഥ പോകുന്നത്. അവൻ്റെ സൈഡിൽ അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നവരാണ് ഹന്നയും ആസിഫയും. ഇവരൊക്കെ കൊളീഗ്സ് ആണ്. ആസിഫ് ഒരു കാര്യമില്ലാതെ കയറി അതിനകത്ത് കയറിയതാണ്. കാരണം പുള്ളി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്. അതങ്ങനെയാണ് ഒരു ട്രാക്ക് പോവാണ്. അപ്പോൾ ഇവരുടെ ഒരു യാത്രയുണ്ട് ഈ സിനിമയിൽ. ഒരു കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് പോവാണ്. അങ്ങനെ പോകുമ്പോൾ അവർ ഒരു സംഭവം കണ്ടു, ഓക്കെ അതാണെന്ന് കരുതി അടുത്തേക്ക് ചെല്ലുമ്പോൾ അതല്ല. അതാണ് മിറാഷ്. ശരിക്കും അതിൻ്റെ ഒരു ചെറിയൊരു സ്നിപ്പറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലറിൽ കാണുന്ന സമയത്ത് ഇവർ പോയിട്ട് അത് ടീസറിലും വന്നിട്ടുണ്ടായിരുന്നു. ഇവർ പോയിട്ട് ലോക്കർ തുറക്കുമ്പം ആദ്യം ആസിഫിക്ക് കാണും, പിന്നെ അപർണ കാണും, പിന്നെ അത് കാണില്ല. സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഓൺ ഗോയിങ് അങ്ങനെയാ ആവായിരിക്കാം. അതിൽ കൂടുതൽ ഞാൻ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. കാരണം ഇതാണ് സംഭവം. അവര് എന്തോ സെർച്ച് ചെയ്തു പോവാണ്. പക്ഷെ അവരിങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ അതല്ല, അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അതാണ് മിറാഷ്. അങ്ങനെ ഇതാണെന്ന് തോന്നിപ്പിക്കുന്നു, അതല്ല, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഏതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ, ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുന്നേ നമ്മൾ ചിലപ്പോൾ ഒരു ബ്രെത്ത് വർക്ക് ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രപ്പ് കാണും, ഒരു പെട്ടെന്നുള്ള ഒരു പ്രപ്പ്. ആസ് എ ഡയറക്ടർ, ആസ് ആക്ടേഴ്സ്, നിങ്ങൾ ചെയ്യുന്ന ഒരു ക്വിക്ക് ടിപ്പ് എന്തായിരിക്കും ലാസ്റ്റ് മൊമെന്റ് ആസ് ടു എൻ്റർ ദാറ്റ് സ്പേസ്? ആസിഫിക്ക് എനിക്കറിയാം ഇത്രയും അധികം എക്സ്പീരിയൻസ് ആണ്, ബട്ട് എനിത്തിങ് ദാറ്റ് യു ഡു, ഒരു കോഫി കുടിക്കുന്നതാവാം, ഓർ യുനോ സംതിങ് ദാറ്റ് യു ഡു ജസ്റ്റ് ബിഫോർ ദ സീൻ. ഷൂട്ടിന് പോകുന്ന ഒരു കുളിച്ചിട്ട് ഇറങ്ങും അല്ലേ? അങ്ങനെ വെച്ച് അങ്ങനെ പ്രത്യേകിച്ച് പ്രെപ്പ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിന്റെ പ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, സംവിധായകനുമായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ അങ്ങനെ ക്വിക്കായിട്ട് അങ്ങനെ ഒന്നുമില്ല. കോഫി കുടിക്കുക അല്ലെങ്കിൽ ഒന്ന് പാട്ട് കേൾക്കുക, ബ്രെത്ത് വർക്ക്, അങ്ങനത്തെ പരിപാടികളൊന്നല്ല. ഹന്ന അവിടെ ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്
ഒരു കുറച്ച് ഈ മറ്റേ കൂമന്റെ സമയത്ത് ഇരുന്നിട്ടുണ്ട്. ആ കൂമന്റെ ക്യാരക്ടർ. അപ്പം എനിക്ക് അന്നേരം ആ ഒരു രൗദ്രഭാവം വരാൻ വേണ്ടി ഞാനിങ്ങനെ ശരിക്കും ധ്യാനിച്ചായിരുന്നു. അന്ന് സതീഷ് ചേട്ടൻ ക്യാമറ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, എന്നെ എന്താ തന്നെത്താനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ആവാഹിക്കുമായിരുന്നു. സാറിൻ്റെ ഇപ്പം മറ്റു മൂവീസ് എടുത്തു കഴിഞ്ഞാൽ അനു സിത്താര 12th മാനിൽ ചെയ്തൊരു കഥാപാത്രം, വരൻ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ഇന്നസെൻ്റ് ആയിട്ട് കാണുന്ന ഒരു കഥാപാത്രം, പക്ഷെ ആളാണ് ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെയാണ് കൂമനിൽ വരുന്ന സമയത്ത് ഹന്ന ചെയ്യുന്ന ആ ഒരു കഥാപാത്രം ഭയങ്കര നമ്മൾ വിചാരിക്കും ആളല്ല, പക്ഷെ ആളാണ് മെയിൻ ആൻറ്റഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂവി കാണുന്ന സമയത്ത്, ഞങ്ങൾ മൂവി കാണാത്തതുകൊണ്ട് ഞാൻ സാറിനോട് ഇതെല്ലാം ചോദിക്കുന്നത്, മിറാഷ് കാണുന്ന സമയത്ത് നമ്മൾക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരിക്കുമോ വേറെ വി ഫീൽ ലൈക്ക് ഇയാൾ ഇന്നസെൻ്റ് ആയിരിക്കും, ഇയാളായിരിക്കും പ്ലോട്ട് ട്വിസ്റ്റ്, അങ്ങനെ വരുന്ന ഒരു സ്പേസ് ഇതിനകത്ത് കാണും. അത് ഞാൻ ആക്ച്വലി എവിടെയോ വായിച്ചു, അതൊരു ഫിലിം മേക്കിങ്ങിൻ്റെ പ്രോസസ്സാണ് ആക്ച്വലി അങ്ങനെ ഒരാളെ ഇടുന്നതും ആ ഒരു ട്വിസ്റ്റ് വരുത്തുന്നതും. അപ്പം അങ്ങനെ എന്തെങ്കിലും കാണും നമ്മൾ ചിലപ്പോൾ ഇവിടെയൊക്കെ സ്ഥിരം. അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്, ഈ ആക്ടേഴ്സ് എല്ലാത്തരം വേഷങ്ങളും ചെയ്യണം. ഇത് ചില ആക്ടേഴ്സ് ഉണ്ട്, അവരിങ്ങനെ ബ്രാൻഡഡ് ആണ്. അവർ വന്നു കഴിഞ്ഞാൽ സൽഗുണ സമ്പന്നന്മാർ, ഒരു സെക്ഷൻ വില്ലന്മാർ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ മാറി വരുന്നുണ്ട്. അവിടെയും ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ സെയിം ഈ അനുസിത്താര ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, ഞാൻ എത്ര വേറെ ആൾക്കാർ, ഞാൻ അനുസിത്താരയുടെ ഫേസ് എനിക്ക് പോയില്ല, കാരണം അനുസിത്താര ചെയ്യലായിരിക്കും എന്നാണ് ഞാനും വിചാരിച്ചത്. ഞാൻ വേറെ പലരും എൻ്റെ വീട്ടിൽ വന്ന് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അവർ ഒഴിവായി പോയി. കാരണം ആ പുള്ളിക്കാരത്തേക്ക് ഒരു അഫെയർ ഉണ്ടെന്ന് പറയാം. ആ ക്യാരക്ടർ ചെയ്യാൻ മടിയായിരുന്നു. എന്നിട്ട് രസം എന്തിനാ, ഒരു പ്രതീക്ഷയില്ല. ഇനി ഇതാരെയും ഞാൻ അനുസിത്താരേമനെ, പിന്നെ ഇനി അനുസിത്താരയ്ക്ക് അയച്ചു കൊടുത്തിട്ട് സാറേ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു. ഞാൻ അനുസിത്താരയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. പലർക്കും അതിനുള്ളൊരു ഇതില്ല. ഇതിനകത്ത് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി ഇതിനകത്തെ പല ക്യാരക്ടേഴ്സിനും എന്തും സംഭവിക്കാം. അത്രയൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ കൂടുതൽ ഇങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ എന്തും സംഭവിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഫിലിമിനെ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് അതിൻ്റെ ഷൂട്ട് ചെയ്ത സ്ഥലം, അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ഭക്ഷണം, നമ്മൾക്ക് കാണുന്ന സീനറി ഒക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു, എല്ലാ ആക്ടേഴ്സിനും ഡയറക്ടേഴ്സിനും ഒരു ടേക്ക് അവേ കാണും അത് ഷൂട്ട് ചെയ്യുന്നതിന്. അപ്പം ഇത് എവിടെയായിരുന്നു ശരിക്കും ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷന്? അത് മിക്കവാറും ആസിഫിനായിരിക്കും. ഞാൻ കൂടുതൽ പുറത്തുകൂടെ കറങ്ങി നടക്കുകയും ഭക്ഷണമൊക്കെ എക്സ്പ്ലോർ ചെയ്തത് ആസിഫാണ്. ഇത് ശരിക്കും നമ്മൾ ജോഗ്രഫി കമ്മിറ്റ് ചെയ്യുന്നത് കോയമ്പത്തൂർ, തമിഴ്നാട്, കേരള ബോർഡർ എന്നൊക്കെ ഉള്ള ഒരു, പിന്നെ കോഴിക്കോടും പറയുന്നുണ്ട്. കോഴിക്കോടും വരുന്നുണ്ട്. ഷൂട്ട് മേജർ പോർഷൻസും അവിടെ തന്നെയായിരുന്നു. കാലിക്കറ്റിൽ കുറച്ചധികം ദിവസം ഉണ്ടായിരുന്നു, കോയമ്പത്തൂർ ഉണ്ടായിരുന്നു, കോഴിക്കോട് ഇവർ പുറത്തു പോയിട്ട് ഒത്തിരി ടേക്ക് അവേ ആയിട്ട് വന്നായിരുന്നു. അപർണ ബാലമുരളിയുടെ ടേക്ക് അവേ. ഓ ശരിക്കും അവളെ മിസ് ചെയ്യണ്ട ഇന്റർവ്യൂല്. നമ്മൾ പറഞ്ഞില്ല അല്ലേ പല ഇന്റർവ്യൂസിലും അവളെ പറ്റിയിട്ട്. അപർണ ഞാനത് കണ്ടു. അർജുൻ, അപർണ, കുറെ അധികം കഥാപാത്രം നമ്മൾ കാണാത്ത ഒരു ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഞങ്ങൾ അസ്യൂം ചെയ്യുന്ന കുറച്ച് പേര് എല്ലാവരും കണ്ടു. നമ്മൾ ഈ ക്രൈം ത്രില്ലേഴ്സ്, ഞാനിപ്പം കുറേ അധികം ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ കാണുന്ന സമയത്ത് സാറിന് ഈ സാധാരണ സാർ കാണുന്ന ടൈപ്പ് ഓഫ് മൂവീസ് ഏതായിരിക്കും? ക്രൈം ത്രില്ലേഴ്സ് തന്നെയാണോ അതോ ഏത് ടൈപ്പ് ഓഫ് മൂവീസ്? ഞാൻ എല്ലാം കാണും. എനിക്ക് റീൽസ് വരെ കാണും. ഹൊറർ സിനിമ ഇച്ചിരി പേടിയാണ്. കരയുന്ന സിനിമ എനിക്ക് വലിയ താല്പര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതുമില്ല. അല്ലാതെ ജെയിംസ് ബോണ്ട് സിനിമകൾ, നല്ല ആക്ഷൻ, മിഷൻ ഇമ്പോസിബിൾ, അങ്ങനത്തെ ജേസൺ ബോണത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കോമഡി സിനിമകൾ, അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഫീൽ ഗുഡ് സിനിമകൾ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി പ്രണയവിലാസം ഇല്ല, അതൊക്കെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാം. അങ്ങനത്തെ ഭയങ്കര ലൈഫുള്ള സിനിമകൾ. ഒരു 5 ടോപ്പ് ത്രില്ലേഴ്സ് സാർ പറയാൻ പറഞ്ഞ കുറേ സിനിമകളുണ്ട്. കുറേ സിനിമകൾ നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എലോം കെയിം എ സ്പൈഡർ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. പിന്നെ ഭയങ്കര ഒരു സെൻസേഷണലായ പടമുണ്ട്. പടം കൊമേഴ്സ്യലി ഫ്ലോപ്പായിരുന്നു. പടം എല്ലാവരും പറയുന്നൊരു പടം ഉണ്ടല്ലോ, അവസാനം ആ ജയിൽ ചാടി രക്ഷപ്പെട്ടു പോകുന്ന ശോശാങ്ക് റിഡംഷൻ. എലോം കെയിം എ സ്പൈഡർ ഉണ്ട്. പിന്നെ കുറേ ത്രില്ലേഴ്സ് ഉണ്ട്, കുറേ ഉണ്ട്, കുറേ അങ്ങനത്തെ. പിന്നെ ഇത് 7 അതുണ്ട്, കുറേ ഉണ്ട് അങ്ങനത്തെ. ആസിഫിക്കാന് നമ്മളിപ്പം ഞാൻ കുറേ തവണ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു ഇൻ്റർവ്യൂ കൂടിയാണ്. ബിക്കോസ് ഞാൻ 2023 തൊട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് മൊമെൻറ്റ് ടു ഇൻ്റർവ്യൂ. എനിക്ക് ആസിഫിക്കാനെ കാണുന്ന സമയത്ത് ചോദിക്കണം എന്നുള്ള എൻ്റെ മനസ്സിൽ ഒറ്റ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊക്കെ ലൈഫിൽ പലപ്പോഴും ഹൗ നോട്ട് ടു ഗീവ് അപ്പ് എന്നുള്ളതിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ ഒരു ഇതിൽ നിൽക്കാം.
അതെങ്ങനെ ആസിഫിക്ക, ഹൗ ഡു യു ഡു ദാറ്റ്, ലൈക്ക് വിതൗട്ട് എനി എക്സ്റ്റേണൽ അക്കലേറ്റ്സ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും എഫക്റ്റ് ആവാതെ യു ആർ സ്റ്റേയിങ് കൺസിസ്റ്റന്റ് ഫോർ സോ മെനി ഇയേഴ്സ്? അതെങ്ങനെയാണ് ശരിക്കും സാധിച്ചത്? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം വിശ്വസിക്കേണ്ടത് നമ്മളല്ലേ. ബാക്കി ആരും പറഞ്ഞാലും ഇല്ലെങ്കിലും അത് നമ്മൾ വിശ്വസിക്കുക, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഭയങ്കര പോസിറ്റീവ് സംസാരവും എന്നൊക്കെ ഉള്ള ചീത്തപ്പേര് എനിക്ക് വരുന്നുണ്ട്, ഉപദേശി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും വേണ്ട. പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റ് നോക്കുന്ന സമയത്തും ഇപ്പം ഏറ്റവും കൂടുതൽ പുറത്തുള്ള ആൾക്കാർ, ഇപ്പോൾ ലൈക്ക് യുനോ, ഞാൻ ഫാൻസ് എന്ന് പറയുന്നില്ല, ബട്ട് ഹൂ എവർ ഫോളോസ് യു, ദർ എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻസ്പയർഡ് ബൈ ദാറ്റ്. അതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും കൂടുതലും? ഒരു ഐഡിയ ഇല്ല. ജെനുവിനാണ്. ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു സെറ്റിലിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്രയും ദിവസം ഷൂട്ട് ഉണ്ടായിരിക്കും, ഒരു 35 to 45 days. അപ്പം നിങ്ങളായിരിക്കുമല്ലോ പരസ്പരം നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്വാളിറ്റി മനസ്സിലാവുന്നത്. അപ്പം ആസിഫിക്കയുടെ ഇപ്പം പറയുകയാണെങ്കിൽ ഹക്കീം പറഞ്ഞു ജെനുവിൻ ആണ്. നീ ഹക്കീമിന്റെ ഒരു ക്വാളിറ്റി പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ബാത്റൂമിൽ ഇരുന്ന് അഭിനയിക്കുന്ന ഒരാളാ, എന്നിട്ട് കാലൊടിച്ചോണ്ട് വരും. ഒരു ദിവസം ഞാനും ജിത്തു ചേട്ടനും കൂടെ, വൈഫുണ്ട്, സമയമുണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിന്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ പോയി. അപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കാലിക്കറ്റിലെ ബേബി മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാം അറിയാം, അവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കുള്ള. അപ്പോൾ അവർക്ക് ഈ സീ ഫുഡ് ഭയങ്കര നല്ല രസമുള്ള സീ ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ട് അവർക്ക്. ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിക്കണ്ട, ചേട്ടാ നാളെ രാവിലെ എത്ര മണിക്കായിരിക്കും ഷൂട്ട്? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് യൂഷ്വൽ ടൈം 7:30 ഇറങ്ങണം. അപ്പോൾ ഞാനിങ്ങനെ എന്നാൽ ഇത്രയും കഴിക്കേണ്ട, ഉറക്കം ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചേട്ടന് ഫോൺ വരുന്നു, ചേട്ടൻ അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ആരെയൊക്കെ വിളിക്കുന്നു, ഫുൾ ടെൻഷനാകുന്നു. അപ്പോൾ ഞാനൊരു ക്യൂരിയോസിറ്റിയിൽ എന്ത് പറ്റിയിട്ടാ, അല്ല ഓക്കെ അല്ലേ, ഹക്കീമിന്റെ കാലൊടിഞ്ഞു. അപ്പൊ ഞാൻ നാളെ ഷൂട്ടില്ല. കാര്യം ഈ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാന്നുള്ളതാണ് എന്റെ ഫസ്റ്റ്. അപ്പൊ ഞാൻ ചെയ്യും, ഹക്കീമിന്റെ കാലൊടിഞ്ഞു. എന്ത് പറ്റി? അവൻ ബാത്റൂമിൽ ഡാൻസ് കളിച്ച് വീണു. നിഷ്കളങ്കനാണ്. അല്ല ഒന്നുമില്ല, ഇപ്പൊ ചെറിയൊരു ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടല്ലോ. അപ്പൊ 3 ആഴ്ച എന്തായാലും നടക്കാൻ, ഇതിനകത്ത് എന്റെ സീക്വൻസിലൊക്കെ നടത്തമൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷെഡ്യൂൾ, ചെറിയ ബ്രേക്ക് എടുക്കണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു ഷൂട്ടിന് ഇതുപോലെ പെട്ടെന്ന് ഫോക്കൽ ലെങ്ത് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ എങ്ങനെ പോയി നിന്നിട്ട് തിരിയുമ്പോഴും ഇത് കിട്ടുന്നില്ല, ഫോക്കസിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ റൂമിൽ പോയി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഞാൻ എപ്പോഴത്തേക്കിനും അപ്പം മനസ്സിൽ നമ്മൾ പെർഫോം ചെയ്ത് വീണ്ടും ഇങ്ങനെ പെർഫോം ചെയ്യും. അപ്പം അവിടെ കിടന്ന് തിരിഞ്ഞ് കളിച്ച് അവസാനം അടിച്ചാൽ വീഴാൻ പോയപ്പോൾ ഞാൻ ചാടി ചവിട്ടി. അപ്പോൾ കാലിങ്ങനെ മടിഞ്ഞു പോയി, അങ്ങനെ പൊട്ടിയതാ. അല്ല, നമ്മളെ പേടിപ്പിച്ച ഒരു ആക്സിഡന്റ് ഓൾറെഡി ബസൂക്കയുടെ സമയത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നെ എല്ലാം നോക്കി ആ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ സ്കേർഡ് ആവും. ബേസിക്കലി ഇപ്പം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ബേസിക്കലി ഇവരൊക്കെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, വളരെ കോപ്പറേറ്റീവാണ്. അതൊക്കെയാണ് സെറ്റിൽ സിനിമയിൽ വന്ന് കാരണം ഇതൊരു ലക്ഷങ്ങളിൽ ഒരു ദിവസത്തെ എക്സ്പെൻസാണ്. അപ്പോൾ ഇവരെല്ലാം കറക്റ്റായിട്ട് വരിക, ഡിസിപ്ലിൻഡായിട്ട് വരിക, നമ്മളോട് സഹകരിക്കുക. ഇപ്പം ഞാൻ ഒരാൾ സ്ക്രിപ്റ്റ് എഴുതിയതുകൊണ്ടോ ഒരാൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടോ ഒരാൾ സിനിമ അത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടോ മാത്രം ഒരു നല്ല സിനിമ എല്ലാം സ്മൂത്തായിട്ട് പോകണമെന്നില്ല, എല്ലാവരും സഹകരിക്കും. ഇറ്റ്സ് എ ടീം വർക്ക്. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ ഈ വർക്ക് എൻ്റെ കാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതിനകത്ത് പാഷനായിട്ട് കൂടെ നിന്ന് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിസിപ്ലിൻഡാണ്, പ്രൊഫഷണലാണ്. അതാണ് ഇവരെ കുറിച്ച് എനിക്ക് ഇത് ചെയ്യുന്നത്. ഈ ഹന്നയുടെ കാര്യം പറയുമ്പോൾ ഹന്ന ഡെന്റിസ്റ്റ് കൂടെയാണ്. അപ്പൊ ഞാനിങ്ങനെ പഠിച്ചിരുന്നു. അതെ, ക്ലിനിക്ക് തുടങ്ങിയപ്പോൾ ഓഫർ ഇട്ടു, ഒരു പല്ല് കുറച്ചാ ഒരു പല്ല്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്, ഇനോഗ്രേഷന് വിളിച്ചാ വന്നില്ല, എനിക്ക് അത്ര പല്ലില്ല. അല്ല, ഹന്ന ഞാൻ ഹന്നയായിട്ട് മുന്നേ ഒരു കോൺവെർസേഷൻ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഹന്ന പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു ഡ്രീം, ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്നുള്ള പണ്ടൊരു ഡ്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വിട്ടോ? അപ്പൊ അത് ഞാൻ ചോദിക്കാൻ വരുന്നത് അതാണ്, ഒരു ഡ്രീം റോള് കിട്ടിയാലാണ് ഇപ്പം ആക്ടിങ് എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത്? അങ്ങനെയല്ല, ഇപ്പം അതല്ലേ. അതെ, എനിക്കാരും ഒത്തിരി അറിയില്ല. ഓക്കെ, ആസ് ഓഫ് നൗ ഐ എം ഫോക്കസ്ഡ് ഇൻ ആക്ടിങ്. ക്ലിനിക്കൽ സൈഡും ഡെന്റിസ്ട്രി ഇപ്പം മനസ്സിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചേക്കുന്നു, ടെമ്പററി ആയിട്ട്. ഇതിനകത്ത് കഥാപാത്രം വരുന്ന സമയത്ത് എന്താണ് പേര്, ഹന്നയുടെ മാത്രമാണ് ഇതായത്? ഇല്ല, അർജുൻ്റെ വന്നു, കുറെ പേരുടെ ലൈക്ക് ക്യാരക്ടർ റിവീലിംഗ് വന്നിരുന്നു. സോ ഐ എം പ്ലേയിങ് അപർണ, അഭിരാമി എന്നാണ് അപർണയുടെ കഥാപാത്രത്തിൻ്റെ പേര്. സോ ഐ എം പ്ലേയിങ് ഹർ കൊലീഗ്, ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്. That's it. Just like us. അതെ, നേരത്തെ പരിചയമുണ്ടെങ്കിൽ
എന്നിട്ട് ഒന്നും അറിയാത്തോണ്ട് അയ്യോ ഞങ്ങൾ ഫുൾ ഞാനിവര് ഇപ്പൊ കണ്ടുകൂട്ടിയ അല്ലേ എന്തൊക്കെ പറഞ്ഞ കേട്ടാ ഞാനോടത്ത് നമ്മുടെ കുറ്റം പറയുമായിരുന്നു. ഈ മിറാഷിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ ഫിലിം കാണാതെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ അധികം ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കണം എന്നുള്ളൊരു ഇത് കാണും. ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഈ കോവിഡിന് ശേഷം നമുക്ക് ടൈം, ഈ മിറാഷ് പല പേഴ്സ്പെക്റ്റീവിൽ പറയുള്ളൂ, ഈ സമയം പെട്ടെന്ന് പോകുന്നു എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് പോസ്റ്റ് കോവിഡാണ് കൂടുതലും അത് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പം ചില ഹോളിഡേയ്സ് നമ്മൾ പ്ലാൻ ചെയ്ത് ഭയങ്കര ആഗ്രഹിച്ചിരിക്കും, അത് പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞു പോയി എന്നുള്ളൊരു ഫീല് വരാറുണ്ട്. അതും കഴിഞ്ഞോ എന്നുള്ളൊരു തോന്നൽ വരും. സാറിന്റെ പെർസ്പെക്റ്റീവ്, കാരണം സാറാണല്ലോ ഈ ഞാൻ കുറച്ചേരെ വേറെ എവിടെ പോയായിരുന്നു. ചോദ്യം എന്തായിരുന്നു? ഞാൻ ചോദിച്ചത് സാർ കോവിഡിന് ശേഷം അല്ലേ? ദൃശ്യം 3ലേക്ക് കോവിഡിന് ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പെട്ടെന്ന് ട്രാവൽ ചെയ്യുന്നതായിട്ട് നമുക്കൊരു ഫീലിംഗ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ടൈം എല്ലാവരും ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി കോവിഡിന് ശേഷം അങ്ങനെ എന്തെങ്കിലും സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും ടൈം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. കാരണം വെച്ചാൽ അതുപോലെ ബിസി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടൈം ഭയങ്കര ഇതായിട്ട് തോന്നും. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വൈകുന്നേരം ആയില്ലേ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് അതാണ്. അല്ലാതെ പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞപ്പോൾ എന്നാ കാര്യങ്ങളെല്ലാം സ്പീഡപ്പ് ആക്കിയേക്കാന്ന് യൂണിവേഴ്സ് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നണമെന്നില്ല. അല്ല, മിറാഷിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിൽ അയ്യോ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷനും അതിനകത്തില്ല. ഒരു മനുഷ്യൻ്റെ സ്വഭാവങ്ങളിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ മിറാഷ് അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് വേറെ പാരലൽ ലൈഫെന്നോ അങ്ങനെയുള്ള ഇതൊന്നും അല്ല. പിന്നെ ഇവിടെ ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ടുകൊണ്ട് സ്പാനിഷ് ഫിലിം ഉണ്ടെന്ന് തോന്നുന്നു മിറാഷ് എന്നും പറഞ്ഞ്, അത് എന്ത് സൈക്കോളജിക്കൽ ത്രിൽ ഇതാണ്, അതുപോലെയാണ്. അത് പാരലൽ വേർഡാണോ അങ്ങനെ അപ്പൊ അതിന്റെ റീമേക്ക് ആണോ കോപ്പി ആണോ എന്നൊക്കെ ചോദിച്ചു. അത് അങ്ങനത്തെ ഒന്നുമല്ല, അങ്ങനത്തെ ഏരിയ ഒന്നുമല്ല. സേവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ടൈമിലേക്ക് പോയിട്ട് സേവ് ചെയ്യുന്ന ഞങ്ങളുടെ സിനിമകൾ റീമേക്ക് ചെയ്യപ്പെടാറുള്ളൂ, ഞങ്ങൾ റീമേക്ക് ചെയ്യാറില്ല. ജീത്തു ജോസ്. ഇപ്പം നമ്മൾ ഈ ഒരു പേഴ്സ്പെക്റ്റീവ്, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഫിലിം എഴുതുന്ന സമയത്ത്, സ്റ്റോറിയൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് പല വിശ്വാസങ്ങളും കാണും. അതിപ്പോൾ സൈക്കോളജി ആവാം, സൂപ്പർ നാച്ചുറൽ ആവാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹ്യൂമൻ അവരെ ഇമോഷൻ മനസ്സിലാക്കുന്നതാവാം. അപ്പം സാറിന് ശരിക്കും ഏതാണ് ഇതിനകത്ത്, സാറിൻ്റെ ബിലീഫ് സിസ്റ്റം എന്താണ്? സൂപ്പർ നാച്ചുറൽ അങ്ങനെ ബിലീവ്? ഞാൻ ബേസിക്കലി നമ്മളിപ്പോൾ ദൈവം ഇപ്പം അതിനെക്കുറിച്ച് പറയാമെങ്കിൽ അതെന്താണ്. ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ ഇതിൽ വളർന്നുകൊണ്ട് ഞാൻ അത് ഇത് ചെയ്യുന്നു. ഞാൻ ആ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഓരോ റിലീജിയനും ഉണ്ടാക്കുന്ന കുറച്ച് ഇതുണ്ടല്ലോ, റിച്വൽസും അതും. ഞാൻ പള്ളിയിൽ അങ്ങനെ പോകുന്ന ഒരാളല്ല, പക്ഷെ ഞാനൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറുക. നമ്മുടെ കർമ്മ ഈസ് പ്രയർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മൾ ഇപ്പം ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, ഏതൊക്കെ പള്ളിയിൽ പോയി നിറങ്ങിയിട്ടും കാര്യമില്ല, തൊട്ടടുത്തിരിക്കുന്ന അയൽവക്കക്കാരൻ്റെ ഒരു പ്രശ്നത്തിൽ നമുക്ക് അയാളെ സഹായിക്കാൻ പറ്റിയില്ല, ആ പോയി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമുണ്ട്. അപ്പോൾ കർമ്മയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്നതാണ്. പിന്നെ ഒരു പവർ ഉണ്ടെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഉണ്ട്. എനിക്കറിയില്ല എന്ന് കരുതി ഭയങ്കരമായ അന്ധവിശ്വാസത്തിൻ്റെ ഒന്നും പുറകെ അങ്ങനെയൊന്നുമില്ല. എന്തിനേയും നമുക്ക് മറികടക്കാൻ പറ്റും. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ലൈഫിൽ നല്ല രീതിയിലുള്ള സെറ്റ് ബാക്സുകൾ വന്നിട്ടുണ്ട്, അവിടെയും ഞാൻ കടന്നു പോവാണ്. കാരണം എന്നെ ഇപ്പം നാളെ എൻ്റെ മേ ബി ഞാനൊരു കൃഷിക്കാരൻ്റെ ഫാദറും പൊളിറ്റിക്സിലൊക്കെ ആണെങ്കിലും ബേസിക്കലി ഞങ്ങൾക്കൊരു കൃഷിക്കാരൻ്റെ മനസ്സാണ്. അതുകൊണ്ട് ചില ക്രൈസിസ് വരുമ്പോൾ ഞാൻ കൂടിപ്പോയാൽ ഞാൻ ചിലപ്പം ഈ പ്രൊഫഷണലി ആണ് ഫീൽഡ് ഔട്ട് ആവുമായിരിക്കും, അല്ല വെറുതെ ആയിട്ട് ഉള്ള പറമ്പിൽ ഇറങ്ങി കളിച്ച് കഴിഞ്ഞാലും ജീവിക്കാം. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഒരു പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, പോകുന്നു. ആസിഫിക്കയുടെ ഫിലിംസ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രൈം ത്രില്ലേഴ്സ്, കുറേ അധികം ക്രൈം ത്രില്ലേഴ്സ് വരാറുണ്ട്. ആസിഫിക്കയുടെ ഒരു ജഡ്ജ്മെൻറ്റിൽ നമുക്കിപ്പോൾ അറിയാമല്ലോ, ഇപ്പം നമ്മൾക്കൊരു കാര്യം എന്തുകൊണ്ട് വരും, നമ്മൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് അപ്പം എന്തുകൊണ്ടായിരിക്കും ആസിഫിക്കയ്ക്ക് ഫീൽ ചെയ്യുന്നത് ദിസ് ക്യാരക്ടേഴ്സ് ആർ കമ്മിങ് ടു മീ, ക്രൈം ത്രില്ലേഴ്സ് പോലത്തെ? ഇപ്പം ഞാൻ സ്വന്തമായിട്ട് അതിനെ പല രീതിയിലേക്ക് കാറ്റഗറൈസ് ചെയ്തു. ക്രൈം ത്രില്ലർ, ഇമോഷണൽ ത്രില്ലർ, ഫാമിലി ത്രില്ലർ. ഇപ്പൊ ഇതിന് നമ്മൾ ഇന്നൊരു പേരിട്ടെന്താണ്, ഇവൻഫുൾ ത്രില്ലർ. അങ്ങനെ പല പല ത്രില്ലേഴ്സായിട്ട്. അപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് അങ്ങനെയുള്ള ക്യാരക്ടർ. ഇപ്പം എൻ്റെ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് എൻ്റെ അടുത്ത് വന്ന ഏറ്റവും നല്ല സ്ക്രിപ്റ്റുകളെല്ലാം ത്രില്ലർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വന്നതിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്തു. അല്ലാണ്ട് ഒരു ഭയങ്കര പ്ലാൻഡായിട്ട് എനിക്ക് കുറച്ച് നാൾ ത്രില്ലർ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലല്ല സംഭവിച്ചതാണ്.
പക്ഷേ നമ്മൾക്ക് ഞാൻ ആസിഫ് അലി ഫാൻസ് അസോസിയേഷൻ ഗ്രൂപ്പിലൊക്കെ ഉള്ളു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നും വരുമ്പം ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്യും. ലൈക്ക് വി ഫീൽ ലൈക്ക് യുനോ ആസിഫയ്ക്കൊക്കെ ഡീപ്പർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി എക്സ്പ്രഷൻസ് ഇട്ട് ഫേസിൽ കാണിക്കട്ടെ. ഇപ്പം ഞങ്ങൾ ചില സമയത്ത് ചില ഫിലിംസ് എക്സ്പ്രഷൻ ഏതായിരുന്നു ഇന്ന് പോയിട്ട് മറ്റേ ബീച്ചറിന്റെ അടി കിട്ടുമ്പോഴാണ്. അല്ലല്ല ആസിഫയുടെ എല്ലാ പടത്തിലും ഒരു വികാരം ഉണ്ടെങ്കിൽ ഹിറ്റാവെന്ന് പറഞ്ഞ് അതേത് വികാരമായിരുന്നു? ശരി ശരി എന്താ പറഞ്ഞിട്ടുള്ളത്? മലയാളത്തിൽ എന്താ പറഞ്ഞു? പരിഭ്രമമല്ല, ടെൻസ്. അങ്ങനെ പരിഭ്രമമല്ല, അസ്വസ്ഥനായ ആസിഫ് അലി ഉണ്ടെങ്കിൽ പടം ഹിറ്റാണെന്ന് അല്ലേ? എനിക്ക് അതായിരിക്കും ചിലപ്പോൾ. കാരണം നമ്മളെല്ലാവരിലും ബേസിക് ആയിട്ടൊരു ഒരു ഒരു ഇത് കിടപ്പുണ്ടല്ലോ. ലൈക്ക് യുനോ നമ്മൾക്ക് ഒരു ദേഷ്യം വരുമ്പോൾ നമ്മളെല്ലാവരും, അല്ല ദേഷ്യമല്ല, നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ നമ്മുടെ മുഖത്തെ എല്ലാവരുടെ എക്സ്പ്രഷന് പെട്ടെന്ന് മുഖം മാറുക എന്നല്ലേ. അത് ആസിഫിക്കയ്ക്ക് ശരിക്കും റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്ന് ഞങ്ങൾ ഈ ഫാൻസ് അസോസിയേഷൻ ഇരുന്നിട്ട് എന്താ നമ്മുടെ ട്രെയിലറിന്റെ റിയാക്ഷൻ എന്താ? ട്രെയിലറിന് നല്ല ഞാൻ ഇട്ട് നവീൻ ഒരു ഇട്ട് ഇത്രയും സെക്കൻഡ്സിനുള്ളിൽ തന്നെ അതിനകത്തുള്ള ഫുൾ കമൻസും പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് എല്ലാവരും. ഓഫ്കോഴ്സ് ബിക്കോസ് വി ലൈക്ക് യുവർ വർക്ക്, സോ നമുക്ക് വി വിൽ ഓൾവേസ് ബി ദെയർ ഫോർ ദാറ്റ്. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലൈക്ക് മമ്മൂക്ക ബ്രേക്ക് എടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ വെക്കേഷന് പോകുന്നതിൽ നമുക്കൊരു ഒരു ഗ്യാപ്പ് എടുത്തു. അതിനുശേഷം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസും ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു വെൻ ഹി കെയിം ബാക്ക്. എനിക്കിത് ഇങ്ങനെ ചോദിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നേ കിട്ടില്ല. ബട്ട് ആസ് യങ് ആക്ടേഴ്സ് നമുക്ക് ഇപ്പോഴത്തെ ആക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ഇറ്റ് ഇൻഫ്ലുവൻസസ് യു? അതും ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയാം, അദ്ദേഹത്തിന് സിനിമയോടുള്ള എക്സൈറ്റ്മെന്റ്, എന്തൂസിയാസം, ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ളത്, അദ്ദേഹം ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, പെർഫോമൻസ്. ഇപ്പോൾ ഭ്രമയുഗം പോലത്തെ ഒരു സിനിമ, അത് എനിക്കറിയില്ല ഇന്ത്യയിലെ എത്ര സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഒരു സിനിമ ജഡ്ജ് ചെയ്യും എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്താണ് അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ ആദ്യം പറഞ്ഞിരുന്നത്. ആ ക്യാരക്ടർ ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ പോറ്റിയുടെ ക്യാരക്ടർ മമ്മൂക്കയാണ് ചെയ്യുന്നത്, ഐ മീൻ ലൈക്ക് മമ്മൂക്കയാണ് എൻ്റെ അടുത്തേക്ക് വിടുന്നത്. അപ്പം ഞാൻ ഇത് ഫുൾ കേട്ടിട്ട് ഞാൻ ചോദിച്ചിട്ട് മമ്മൂക്ക ഇതിനോട് യെസ് പറഞ്ഞോ എന്ന് ചോദിച്ചു. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളെ മീൻ ലൈക്ക് സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ ഇൻഡസ്ട്രിയിലും സൂപ്പർ സ്റ്റാർസ് ചെയ്യുന്നത് സ്റ്റാർഡം ഉള്ള സിനിമകളാണ്. പക്ഷെ മമ്മൂക്ക സിനിമകൾ ചൂസ് ചെയ്യുന്നതും ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇടുന്ന എഫേർട്ടും ഇപ്പം ഞാൻ അഡിയോ സമീഗോ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിലീസായപ്പോൾ ഞാൻ മമ്മൂക്ക അടുത്ത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതൊന്ന് കേട്ടിട്ട് എൻ്റെ പറവൂർ സ്ലാങ് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണം എന്ന് പറഞ്ഞു. കാര്യം എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തത് ക്യാരക്ടേഴ്സിന് സ്ലാങ് ഉപയോഗിക്കുന്നത് മമ്മൂക്കയാണ്. ഏത് സ്ഥലത്തിന്, ഏത് ജില്ല ആയിക്കോട്ടെ, ആ ജില്ലയിലെ തന്നെ പല പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് മമ്മൂക്ക പറയും. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും അദ്ദേഹം കൊടുക്കുന്ന ഡീറ്റെയിലിങ് അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അത് നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സ് ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടി ഇടുന്ന എഫേർട്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അത് റെഫറൻസ് ആണ്. ഇപ്പം ഞാൻ വന്ന സമയത്ത്, ഇപ്പം നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ നോ പറയുന്നതിനെ പറ്റി പറഞ്ഞു. അത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് നിവിൻ്റെ അടുത്തു നിന്നായിരുന്നു. ഞങ്ങളുടെ ബാച്ചിൽ വന്നതിൽ ഏറ്റവും കൃത്യമായിട്ട് ആവശ്യമുള്ള സിനിമകൾക്ക് യെസ് പറയുകയും ആവശ്യമില്ലാത്ത സിനിമകളോട് മുഖത്ത് നോക്കി നോ പറയുകയും ചെയ്തത് നിവിനാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഫഹദിനെ പറ്റി പറയുമ്പോൾ, ദുൽഖറിനെ പറ്റി പറയുമ്പോൾ, അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ബാച്ചിലുള്ള എല്ലാവർക്കും അവരുടേതായ ഐഡൻറ്റിറ്റീസും അവരുടേതായ സ്വഭാവങ്ങളും ഉണ്ട്. അത് നല്ല രസമുള്ള ക്യാരക്ടേഴ്സാണ് ഇവരെല്ലാവരും. എനിക്ക് തോന്നുന്നു ഇനി മൂവിങ് ഫോർവേഡ് ആ ഒരു ഇപ്പം ആ നോ പറയുന്നതും ഫ്രം ഹാർട്ട്, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന്, മീൻസ് മോർ ദാൻ ഫ്രം ഹാർട്ട്, ഓഡിയൻസിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകുന്നതുകൊണ്ടായിരിക്കും. അല്ല, ഓഡിയൻസിനേക്കാളും നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമകൾ എന്താണെന്നോ, അല്ലെങ്കിൽ നമുക്കത് ആ പറഞ്ഞ നറേഷൻ വർക്കാ, ഇല്ലെങ്കിൽ അത് പറയുക എന്നുള്ളത് അതിനൊരു ക്ലാരിറ്റിയാണ്. അത് മിനിമം ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ജിത്തു സാറും മുന്നേ ഒരു ഇന്റർവ്യൂവിൽ കുറെ വർഷം മുന്നേ ഇങ്ങനെ പറഞ്ഞിരുന്നു മമ്മൂക്കയായിട്ട് ഒരു മൂവി ചെയ്യണമെന്നുള്ളൊരു കാര്യം. അപ്പം അത് അങ്ങനെ ഒരു കാര്യം നമുക്ക് ഇനി ഫ്യൂച്ചറിൽ എക്സ്പെക്ട്. എനിക്കറിയില്ല, ഞാൻ പലതവണ ട്രൈ ചെയ്തു, നടന്നില്ല. ചിലപ്പോൾ നടക്കുമായിരിക്കും. എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇനിയും നല്ലൊരു സാധനം വന്നാൽ ഞാൻ ചെല്ലും, അത് വേറെ കാര്യം. അപ്പം എന്നോട് ചോദിച്ചില്ലേ മമ്മൂക്ക ഇങ്ങനെ അല്ല ഇപ്പം ഇവിടെ ചോദിച്ചില്ല മമ്മൂക്ക ഇങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, എനിക്ക് ആ സിനിമ ആവശ്യം. ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പ്രൊജക്റ്റ് ഇത് വിട്ടവൻ അങ്ങോട്ടും ചെല്ലും. അവിടെ സൂപ്പർ സ്റ്റാറിനൊന്നും നോക്കി അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം അങ്ങോട്ട് ചെന്നിട്ട് അങ്ങനെ എന്ന് പറയും. കാരണം ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. സിനിമയ്ക്ക് എന്നെ ആവശ്യമൊന്നുമില്ല, ജിത്തു ജോസഫ് ഒന്നും ഇല്ലെങ്കിലും സിനിമ ഇവിടെ ഉണ്ടാവും. സിനിമ എനിക്കാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും. ഞാനത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അതായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം എടുക്കുന്ന എഫേർട്ടൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ് എന്നെ ഭയങ്കരമായിട്ടും
സ്ട്രൈക്ക് ചെയ്ത ഇല്ലാതെ. എനിക്ക് ഭയങ്കര മിറാഷ് എഫക്റ്റ് തോന്നിയിട്ടുണ്ട് മമ്മൂക്കയുടെ. അതായത് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വലിയൊരു എവറസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും അല്ല. അടുത്ത് സംസാരിച്ചു എൻ്റെ കംപ്ലീറ്റ് പരിപാടിയോ. ഇതുപോലെ തന്നെ വേറൊരാളെ കുറിച്ച് എന്നോട് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, ജോഷി സാറ്. പുറമേന്ന് നോക്കുമ്പോൾ ജോഷി സാർ എന്തോ തന്നെ, അത് പിന്നെ അറിയാം കുറെ ആൾക്കാർ കൂടി അങ്ങനെ ആക്കി വെച്ചേക്കാം. പക്ഷെ അതൊരു പാവം. ഞങ്ങള് സെവൻസ് എന്ന് പറഞ്ഞ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ പ്രൊഡക്ഷന് ഒരു സെക്ഷൻ, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ജോഷി സാറിന്റെ മുന്നിൽ എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ ഒരു 5-6 ദിവസം ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നു. പയ്യെ ജോഷി സാർ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് കളി തുടങ്ങി. സെവൻസ് ആ പടത്തിന്റെ പേര് എങ്ങനെ വന്നാലും മിനിമം 7 പേര് ഒരു ഷോട്ടിൽ ഫ്രെയിമിലുണ്ടാവും. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു, ഞങ്ങൾ ഒച്ച ഉണ്ടാക്കുന്നു. സാറിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇത് ഇത് ആക്ച്വലി കണ്ണൂർ സ്ക്വാഡിന്റെ പ്രസ് റിലീസിന്റെ സമയത്ത് ഞാൻ ആദ്യം മമ്മൂക്കയുടെ അടുത്ത് ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യം, ഒരു ഫിലിമിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടാണ് നമ്മൾ ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല വൈബായിരുന്നു, അപ്പം ഭയങ്കര രസമായിട്ട്. അപ്പം ഞാൻ അന്നേരം ചോദിച്ച ഒരു കാര്യമാണ്, അപ്പുറത്തെ ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് മമ്മൂക്ക വരുമ്പം ടെൻഷൻ ആവുന്നുണ്ടോ? ആ ചോദ്യം കേട്ടിട്ട് എന്തിന് മമ്മൂക്ക റിയാക്ഷൻ, എന്തിനാ എന്നെ നീ പേടിക്കുന്നത്? മീൻസ് മമ്മൂക്കയ്ക്ക് അങ്ങനെ. അന്നേരം അവർ പറഞ്ഞില്ല, അങ്ങനെ പേടിക്കാനാണെങ്കിൽ ആളുടെ പേര് പെട്ടെന്ന് നെടുമങ്ങാട് അസീസ്. അപ്പൊ പുള്ളി പറയുന്നുണ്ടായിരുന്നു, ഞാൻ 25 തവണ തെറ്റിച്ചു ഒരു ഡയലോഗ്, പക്ഷെ ഒരിക്കൽ പോലും മമ്മൂക്ക അത് അങ്ങനെ വഴക്ക് പറയോ അതിനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്ന് പറയുന്നു. ശരിക്കും ഒന്നുകൂടെ അറിയാവുന്ന ഹക്കീമിനായിരിക്കും. ഹക്കീമിന് എങ്ങനെയായിരുന്നു ആ ഒരു? അത് പറഞ്ഞേ, നമ്മുടെ മുഴുവനായ ഒരു ഇമേജും പരിപാടിയും കാര്യങ്ങളെല്ലാം മാറിപ്പോയി. ലൈക്ക് ഇത് നമ്മൾ വിചാരിച്ചത് കണ്ടത് ഒന്ന്, സിനിമ വരുന്നതിന് മുന്നേ മമ്മൂട്ടി എങ്ങനെയാണെന്ന് പുറത്തുനിന്ന് പറയില്ല, മമ്മൂട്ടി ഇങ്ങനെയാണെന്നൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ മമ്മൂക്ക എങ്ങനെയാണെന്ന് സെറ്റിലുള്ള ആൾക്കാരുടെ ഒരു സംസാരം ഉണ്ടല്ലോ. ഇതൊന്നും അല്ലാതെ മമ്മൂക്ക എങ്ങനെയാണെന്ന് അടുത്തിരുന്ന് 10-16 ദിവസം സംസാരിക്കുമ്പോഴാണ് വേറെ തന്നെ ഒരാള്. അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം മാറിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു മിറാഷ് എഫക്റ്റ് ആണ് എനിക്ക് മമ്മൂക്കയെന്ന് കിട്ടുന്നത്. നമ്മൾ ഈ പുറത്തുനിന്ന് കേൾക്കുന്ന പരിപാടി ഒന്നുമല്ല. അത് അടുത്തെന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മളങ്ങ് സ്നേഹിച്ചു പോകും. ഭയങ്കര ഫാനായി പോകും ഓൾറെഡി. ഞാൻ മറ്റേ പേജ് തുടങ്ങി കുറച്ചായപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മൂക്കയുടെ ഇന്റർവ്യൂ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം വരുള്ളൂ. ഓഫ്കോഴ്സ് വളരെ ക്ലീഷി ആയിട്ട് സാറിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും ദൃശ്യം 3D. പക്ഷെ അത് ചോദിക്കാതിരിക്കാൻ നമുക്കൊരു എല്ലാവരും ഈ ഇൻട്രൊഡക്ഷനിൽ തന്നെയാണ് ചോദിക്കും. അത് ഞങ്ങളൊരു ഷുഗർ കോട്ട് ചെയ്ത് ഞങ്ങൾ ചോദിക്കുന്നു ആത്മാർത്ഥമായിട്ട്. സാർ, ഇതിനകത്ത് ഈ August 2 എന്ന് പറഞ്ഞ ഈ ഒരു ഡേറ്റ് ഞാൻ ജസ്റ്റ് എനിക്കിങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് കൗതുകമായിട്ട് ചിന്തിക്കുന്ന ഇതുണ്ട്. അപ്പോൾ ഈ August 2 എന്ന് പറഞ്ഞ ഡേറ്റിന് സാറിന് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ റിമൈൻഡേഴ്സ് ആൾക്കാർ അയക്കാറുണ്ട്? പക്ഷേ മലയാളിയുടെ കലണ്ടറിൽ വരാറുണ്ട്. പക്ഷേ ഈ August 2 എൻ്റെ മനസ്സിലേക്ക് ഒന്ന് പതിയാനായിട്ട് തരുന്നത്, ദൃശ്യം ഇറങ്ങി പിറ്റേ വർഷം എന്നെ അന്ന് മറ്റേ റേഡിയോ മാംഗോ ഉണ്ടായിരുന്നു, വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, സാറേ ഇന്ന് August 2 ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത സാറിന് അറിയാമെന്ന് വെച്ചിട്ട് ഞാൻ കുറഞ്ഞ തോലെങ്കിലും ബലെങ്കിലും ആലോചിക്കുക. പിറ്റേ വർഷമാണെന്ന് അറിയിക്കണം, 1 വർഷമായുള്ളൂ ദൃശ്യം കഴിഞ്ഞിട്ട്, ഞാൻ മറന്നുപോയി. പക്ഷെ ഇപ്പോൾ August 2 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ വർഷവും റിമൈൻഡേഴ്സ് ഉണ്ട്. ഇതിവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും ഉണ്ട്, അവിടെ ഹിന്ദിയിലും ഉണ്ട്, അവിടെ ഡേറ്റ് ആൻഡ് വ്യത്യാസമുണ്ട്. അപ്പം അപ്പം അങ്ങനെ ഈ August അതുകൊണ്ട് എപ്പോഴും ഇനിയിപ്പം ഞാനിപ്പോൾ ഇന്ന് August 2 എനിക്ക് അറിയില്ല എന്ന് വെച്ചു. പക്ഷെ ആരെങ്കിലും ഇന്ന് August 2 എന്ന് പറഞ്ഞാൽ ഇന്ന് ജോർജ് ഇപ്പം എനിക്ക് ഇതുണ്ട്. പക്ഷെ ആദ്യമൊന്നും ഞാനതങ്ങ് വിട്ടുപോയായിരുന്നു. പക്ഷെ ഇപ്പം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിൽ എനിക്ക് തോന്നിയൊരു കാര്യം, സിനിമ അതിനകത്തൊരു റോള് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിനിമ കാണാൻ പോകുന്നു, സെക്കൻഡ് പാർട്ടിൽ തിയേറ്ററിൽ വെച്ചിട്ട്, അപ്പം ദൃശ്യം 3 നമുക്ക് സിനിമ ഇതിലൊരു റോളായിട്ട് വരുമായിരിക്കും. 3 കണ്ടാലല്ലേ അറിയാവുള്ളൂ. എൻ്റെ സാറ് ക്ലൈമാക്സ് എഴുതി കഴിഞ്ഞല്ലോ. ക്ലൈമാക്സ് പറയണോ? ദൃശ്യം സിനിമ കാണാൻ ദൃശ്യം 3 അത് എന്നത്തേനായിരിക്കും റിലീസ്? എന്നത്തേനായിരിക്കും അത് എനിക്കറിയില്ല. ഞാൻ എസ്റ്ററിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ കുറച്ച് ചോദിച്ചാൽ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ അങ്കിളുടെ വീട്ടിൽ പോകും, ഞങ്ങൾ മക്കളെല്ലാവരുമായിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് സംസാരിക്കും, അങ്കിൾ ഫിലിമിന്റെ കാര്യം ഷൂട്ട് ഉണ്ടായിരിക്കും, ഞാൻ വിളിക്ക് വന്നാൽ മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈയിടെ വന്ന് സ്ക്രിപ്റ്റ് വായിച്ചത്. അല്ല, അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എസ്റ്റർ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? എസ്റ്റർ ഉണ്ടെന്ന് മനസ്സിലായി. ഒരു ലാസ്റ്റ് കാര്യമാണ് സാർ, ഞാനിപ്പം സാറിൻ്റെ കുറേ ഇൻ്റർവ്യൂസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അതിൽ സാറിന് ഈ ദൃശ്യം കണ്ടതിന് ശേഷം ആരെങ്കിലും സാറിൻ്റെ അടുത്ത് ഏറ്റവും
ഫണ്ണിയസ്റ്റ് ആയിട്ട് ചോദിച്ച എന്തെങ്കിലും കാര്യമാണ്. ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നപ്പോൾ ആള് സാറിൻ്റെ അടുത്ത് ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഇത്, അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു ഇത് സാറിൻ്റെ റിയൽ ലൈഫ് ആണോ എന്ന്. അപ്പം അങ്ങനത്തെ എൻകൗണ്ടേഴ്സ് ലൈക്ക് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇറങ്ങിയ സമയത്ത്? അല്ല, ചുമ്മാ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പറയുമ്പോഴുണ്ട് പുള്ളി ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, പുള്ളിയുടെ മകളെ ലൈനടിക്കാൻ പോകുന്ന സൂക്ഷിച്ചു വേണം, അവൻ മിക്കവാറും പോലീസ് സ്റ്റേഷൻ്റെ അടിയിലായിരിക്കും പോയി അവസാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാത്തി എന്നോട് പറഞ്ഞു കോളേജിൽ സ്കൂളിലും ഒക്കെ ഇങ്ങനത്തെ കമൻസ് പിള്ളേർ പറയുമെന്നൊക്കെ ഇങ്ങനെ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ടുള്ളൂ, അല്ലാതെ എങ്ങനെയായിരുന്നു. ഞങ്ങൾ ഉയരെ റിലീസായി കഴിഞ്ഞിട്ട് ഇതുപോലെ ഫസ്റ്റ് ഡേ PVR എന്ന ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ആൻറ്റി അവളുടെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, മോളെ അവനെ നീ സൂക്ഷിക്കണം, അവൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഡിക്റ്റേറ്റ് കഴിയുമ്പോൾ ലിൻഡോട് ചോദിച്ചു ഇയാളുടെ കൂടെ എങ്ങനെ കിടന്നുറങ്ങുന്നു. അന്നേരത്തേക്ക് ലിൻഡ പറഞ്ഞു, അല്ല പുറത്താക്കിയിട്ടും കാര്യമില്ല, പുറത്തുനിന്നും പണി എല്ലാ ടെക്നോളജിയും ഉണ്ട് കയ്യിൽ. എനിക്ക് തോന്നുന്നു ആസിഫിക്കയുടെ കഥാപാത്രത്തിൽ സമയ്ക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരിക്കും ഉയരയിലെ. അതൊരു അപ്പോൾ കുറെ വർഷമായതുകൊണ്ട് അങ്ങനെ ആൾക്കത് ആക്ടിങ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം അല്ല, മലയാളി ഓഡിയൻസിന്റെ പ്രത്യേകത അതാണ്. അവര് ഓക്കെ അങ്ങനെയൊക്കെ പറയുമെങ്കിലും അവർക്കറിയാം. പണ്ട് ദൃശ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഷാജോൻ എന്നോട് പറഞ്ഞു, അയ്യോ ലാലേട്ടൻ ഇങ്ങനെ എടുത്തിട്ട് ഇടിക്കുകയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ് ഫാൻസുകാർ. ഞാൻ പറഞ്ഞു മലയാളി ഓഡിയൻസിൽ ഒരു ഫാൻസുകാരും ഒന്നും ചെയ്യില്ല, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയുള്ളൂ. ഇവരെ കുറിച്ചൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ആ പെർഫോമൻസിനെ കുറിച്ചല്ലേ പറയുന്നത്. കാണാനുള്ള ഒരു ഇത് മലയാളി ഓഡിയൻസിനുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും മിറാഷ് എനിക്ക് ആ ഫിലിം കാണാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മിക്കവാറും എല്ലാ ഫിലിംസും കാണുന്ന ഒരാളാണ്. അതെ, August 19 റിലീസ്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളെല്ലാവരും ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും. ഞങ്ങൾ റിവ്യൂ പറയുന്ന പറഞ്ഞാൽ അങ്ങനെ റിവ്യൂസ് അല്ല, ഞങ്ങൾ പേഴ്സണലി പറയാം. ഈ ഒരു ബുക്ക് വിടമാട്ടെ എന്നാണ്. ഇത് ഞാൻ കുറച്ച് സമയം ചെയ്യാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പം ഇതില് ലാസ്റ്റ് അന്നേരം അതിന് ഒരു ഓതന്റിസിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ സാർ എഴുതും. ഇതിനകത്ത് ലാസ്റ്റ് ഇഷാന്തേവ് ആണ് ചോദിക്കുന്നത്, ഹു ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ് ആൻഡ് വൈ? എന്നോടാണ് അതെ. Who is the best person in your life and why? Of course, Linda. എഴുതോ സാറ്? അത് എഴുതണോ? എന്നിട്ട് സാർ അടുത്ത ആൾക്കുള്ള ഒരു ചോദ്യം. അടുത്ത ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നത് അല്ല, എനിക്കോ? എനിക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയുള്ളൂ. ഞാനെന്ത് ചോദിക്കും? നേരെ തിരിച്ചു, എവിടെ എഴുതണ്ടേ? വായിക്കാൻ അറിയുള്ളൂ, എഴുതാൻ അറിയില്ല സാറേ. ഇവിടെ വയ്യോ? അല്ല, അടുത്ത ആൾക്കുള്ള ഒരു ചോദ്യം. അത് ഹക്കീമിനുള്ള ചോദ്യമാവാം, പക്ഷെ ഇത് നമ്മൾ അറിയുന്നില്ലല്ലോ ഒരേ ഇന്റർവ്യൂലാണ്. ബുക്ക് വരുമ്പോൾ നമ്മൾ നമുക്ക് അടുത്തിന് വിടാം. അടുത്ത ഇന്റർവ്യൂവിന് സാർ അടുത്ത വരുന്ന ഇന്റർവ്യൂവിന് ആൾക്ക് കൊടുക്കാൻ എല്ലാം ഇഷാന്തേവ് അല്ലേ? അങ്ങനെ അല്ലല്ല, അങ്ങനെയല്ല. പട്ടിണി മരിക്കും, വിശന്ന് മരിക്കുക, താഴെ ആൾക്കും 10 അമൗണ്ട് നമ്മളെല്ലാരും റെപ്രസെന്റ് ചെയ്ത് ചേട്ടൻ എഴുതും. അപ്പം ജെന്യുവൻലി പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ സപ്പോർട്ട്. എനിക്കറിയാം ഇപ്പോൾ രാത്രി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 9 മണിയായി, വേറെ ദുബായ്, ഇത്രയും ലേറ്റ് ആയിട്ട് നിങ്ങൾ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓണസ്റ്റ്ലി, ബിക്കോസ് ഞാൻ ക്രൈം ത്രില്ലർ ലവറാണ്. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ മൂവി കാണുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ഞാൻ വിടമാട്ടെ. ആൻഡ് ഡെഫിനറ്റ്ലി മിറാജ് ഞങ്ങൾ September 19 തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ ബീങ്.